ഏട്ടാ, ഏട്ടൻ ഓക്കെ അല്ലേ? ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ. അതിനും മാത്രമൊന്നും സംഭവിച്ചില്ലല്ലോ. മോളെ എല്ലാം ഹാൻഡിൽ ചെയ്തല്ലേ? അവളെല്ലാം നല്ലപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷെ അവന്റെ പിറകെ ഇത്ര നാൾ നടന്നിട്ട് ഒന്ന് തിരിഞ്ഞു പോലെ അവൻ നോക്കിയിട്ടില്ല. ഇന്ന് എന്റെ മോളുടെ നല്ലൊരു ദിവസമായിരുന്നു. അന്ന് വന്നിട്ട് എല്ലാവരും മുന്നിൽ അവൻ നാണം കെടുത്തില്ല അവളെന്നെ. പാവന്റെ കുട്ടി. എന്റെ മോൾ അത്ര പെട്ടെന്നൊന്നും തകർന്നു പോകുന്നതല്ല. എന്തായാലും അനുക്കുട്ടിയുടെ അടുത്തേക്ക് കിച്ച് പോയിട്ടില്ലേ, അവൻ ഹാൻഡിൽ ചെയ്തോളാം അവളെന്നെ. ഏട്ടൻ ഇങ്ങനെ വിഷമിക്കുന്ന കണ്ട അവൾക്ക് കൂടുതൽ ദുഃഖാവുള്ളൂ. എത്ര ധൈര്യണ്ടായിട്ട് വേണം അവൻ അവളെ ഇത്ര പേരുടെ മുന്നിൽ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അവനെ. അനു, അനുക്കുട്ടി, അനു, അവനെങ്ങനെ എന്നെ കിസ് ചെയ്യാൻ തോന്നി? അവനെന്നെ ശരിക്കും ഇഷ്ടമായിരുന്നോ? അയ്യോ, എന്നാലും എന്റെ എൻഗേജ്മെന്റിന് എങ്ങനെ അവനെന്നെ കിസ് ചെയ്യാൻ തോന്നി? പട്ടിയെ പോലെ അവന്റെ പിറകെ നടന്നിട്ട് അവസാനം ഇവളെന്താ അന്യം കളിക്കുന്നു? എന്നാലും കിസ്, എന്നാലും എന്റെ എൻഗേജ്മെന്റ്. ഈ പെണ്ണിത് എത്ര കിട്ടിയാലും പഠിക്കത്തില്ലേ? പിന്നെ അവനെ തന്നെ വിചാരിക്കുന്നത്. ഈ അനു, നീ എന്താ ഇവിടെ? സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാ. പക്ഷെ എന്നെ സമാധാനിപ്പിക്കാൻ ഞാളെ വിളിക്കേണ്ടി വരുന്നു അന്ന്. നീ എന്തോ ഇവിടെ കാട്ടിക്കൂട്ടുന്നേ? ഒരു നേരത്ത് കരയുന്നു, ചിരിക്കുന്നു. അത് പിന്നെ നിന്റെ മനസ്സിൽ ഞാൻ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അവന്റെ പിന്നാലെ പോവാനാണോ? കിട്ടിയതൊന്നും പോരെ നിനക്ക്? നിനക്ക് മറ്റുള്ള ആണുങ്ങളായിട്ട് ബന്ധമുണ്ടെന്ന് ആർക്കും പറഞ്ഞു നടന്നവനവൻ. ഇനി അവന് വേണം നിനക്ക്? എനിക്കൊന്നും അവനെ വേണ്ട, പക്ഷെ എനിക്ക് വേണം. രണ്ടും കെട്ട അവസ്ഥയിലും ഞാനിപ്പോ നിൽക്കുന്നത്. നീ തന്നെ പറ. എത്ര നാളെ ഞാൻ അവന്റെ പുറകെ നടന്നതാ. ഇപ്പൊ അവനെ അക്സെപ്റ്റ് ചെയ്യുമ്പോ എനിക്കത് സ്വീകരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവൻ ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുമ്പോ എനിക്ക് അവന് വേണ്ടെന്നും തോന്നുന്നുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം നീ എടുത്തേ പറ്റുള്ളൂ. ഒരു മാസമല്ലോ നിന്റെ കല്യാണത്തിന്. ഇനി ഞാൻ തന്നെ തീരുമാനം എടുക്കണം. 1 month പറ്റില്ല. ഇപ്പൊ തന്നെ തീരുമാനം എടുക്കണം. ഞാൻ അവനിൽ വീഴും. ഇല്ല, വീഴത്തില്ല. ഞാനൊരു തീരുമാനം എടുത്തു. എനിക്ക് അവനെ വേണ്ട. എന്റെ ക്യാരക്ടർ ശരിയില്ലെന്നല്ല അവൻ പറഞ്ഞത്. അങ്ങനെയുള്ളവരുടെ കൂടെ എനിക്ക് ജീവിക്കേണ്ട. നീ അവന്റെ പുറകെ പോയില്ല, പക്ഷെ അവൻ നിന്റെ പുറകെ വന്ന് എന്ത് ചെയ്യും? അങ്ങനെ വന്നാ ഞാൻ വീഴത്തില്ല. അവനെ ഞാൻ ഒരിക്കലും മൈൻഡ് പോലും ചെയ്യത്തില്ല. അവനെ നേരിടാനുള്ള കഴിവ് എനിക്കുണ്ട്. നിനക്കെന്നെ വിശ്വസിക്കാൻ കിച്ചു? ഞാൻ പോകുന്ന സാധനത്തിൽ എനിക്കൊരു വിശ്വാസം പോലും ഇല്ല ദൈവമേ. അവന്റെ ഒരു കിസ്സില് പതറിപ്പോയ പെണ്ണാ ഇത്രയും മീൻ പഠിച്ചു പോകുന്നു. എന്തിനാ പൊന്നാരമ്മനെ തല കുനിച്ച് നിൽക്കുന്നത്? തല ഉയർത്തി നിൽക്കണ നീ. നീ കാരണം മറ്റുള്ളവരുടെ മുന്നില് ഞങ്ങളുടെ തലയിലെ കുനിഞ്ഞു പോയത്. ഇതുവരെയായിട്ട് ഒരാളുടെ മുന്നിൽ തല കുനിച്ചിട്ടില്ല ഞാൻ. പക്ഷെ നീ കാരണം. ഏട്ടാ, അവനെ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം? മതി അവനെ പറഞ്ഞത്. നീ ലാളിച്ചും കൊഞ്ചിച്ചും നിന്റെ സാരിത്തുമ്പി പിടിച്ച് വളർന്നുണ്ട് ഒരു പാവൻ ചെറുക്കനായിട്ട് ഇരിക്കാന്നാ ഞാൻ കരുതിയത്. പാവം നല്ല കൊള്ളത്തരയുള്ളൂ അവന്റെ കയ്യിലെടുക്കുന്നതൊക്കെ. ആ കൊച്ചിനെ എത്ര പേരുടെ മുന്നിൽ വെച്ചിട്ട് അവൻ. എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത്. സിത്തു, കരയാതെ മോനെ. അച്ഛൻ പറഞ്ഞത് ആ ദേഷ്യം കൊണ്ടല്ലേ. നീ ചെയ്തതും തെറ്റല്ലേ. എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് ആ കുട്ടിക്ക് എത്ര മോശമായി കാണും. ആ കുട്ടിയുടെ വീട്ടുകാർക്കും എത്ര പേരുടെ മുന്നിൽ അവർ ഉത്തരം പറയണം. അമ്മ, ഞാൻ അത്രയ്ക്കൊന്നും ആലോചിച്ചില്ല. സിജു, അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടടാ. പിന്നെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ തുറന്ന് പറയും. ഇതുപോലെ ഓരോ കോപ്പറായിട്ട് കാണിക്കാതെ. ഒരു കാര്യം നീ മറക്കരുത്, അനുക്കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചതാ. അനുക്കുട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ അവളെ നീ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ഞാൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയല്ലേ. പാവം മാഡത്തിന് ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ ഇനി എനിക്കൊന്നും അറിഞ്ഞൂടാ അമ്മ. എന്തായാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കും. താങ്ക് യു അമ്മ. താങ്ക് യു സോ മച്ച്. അനു, എനിക്ക് തന്നെ മറുപടിയാണ് വേണ്ടത്. അന്ന് എൻഗേജ്മെൻറ്റിന് അന്ന് നടന്നത് എന്താ? അതിൻ്റെ എക്സ്പ്ലനേഷൻ എനിക്ക് വേണം. തൻ്റെ ലവ് സ്റ്റോറിയൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ഗൗതമനെ എല്ലാം അറിയാവുന്നതല്ലേ. പിന്നെ അന്ന് ഉണ്ടായതിന്റെ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ എനിക്ക് പറയാൻ കഴിയില്ല. കാരണം എനിക്ക് ഉത്തരമില്ല അതിന്. ആ അനു, 1 month കൂടെ ഉള്ളു നമ്മുടെ കല്യാണം നടക്കാൻ വേണ്ടി. ഈ ഒരു മാസത്തിനുള്ളിൽ നിന്റെ മനസ്സിൽ അവന്റെ രൂപമുണ്ടല്ലോ അതങ്ങ് തുടച്ച് വാനിഷ് ആക്കി കളഞ്ഞോണം.
ഇല്ലെങ്കിൽ കല്യാണത്തിന് അന്ന് വരെ സമയമുണ്ട്. ഓടിപ്പോക്കോണം അവന്റെ പിന്നാലെ. What? അനു, ഞാൻ പരിഷ്കാരിയാണെങ്കിലും ഒരുപാട് അങ്ങ് പരിഷ്കാരമൊന്നും എനിക്കില്ല. ഞാൻ താലി കെട്ടിയ പെണ്ണിന്റെ മനസ്സിൽ മറ്റൊരുത്തിനെ വെച്ച് നടക്കുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല. നിന്റെ മനസ്സിലും നിന്റെ സ്നേഹം എനിക്ക് മാത്രം അധികാരപ്പെട്ടതാ. കല്യാണം കഴിഞ്ഞിട്ട് അതൊക്കെ വലിയ പ്രശ്നമാവും. അതുകൊണ്ട് കല്യാണത്തിന്റെ അന്ന് വരെ നിനക്ക് സമയം ഉണ്ടാനു. എനിക്കൊരു തീരുമാനത്തിൽ എത്താൻ പറ്റുന്നില്ല രാഹുൽ. ഞാൻ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനെ വെറുക്കാനോ അവനോട് സ്നേഹം പ്രകടിപ്പിക്കാനോ എനിക്ക് കഴിയുന്നില്ല. എന്തായാലും ഞാൻ ശ്രമിക്കും അവനെ മറക്കാൻ. എന്തായാലും ഞാൻ നിന്നെ ഓഫീസിലാക്കി തരാം. പിന്നെ വൈകിട്ട് ഞാൻ പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഡിന്നർ നമുക്ക് ഒരുമിച്ചാവാം. What? ആ, നീ മാഡത്തിന് പ്രപ്പോസ് ചെയ്യാൻ പോവാണോ? എനിക്ക് മാഡത്തിന് ഇഷ്ടമാണ്. അത് ഞങ്ങളുടെ ആ സോള് തമ്മിൽ ചേഞ്ച് ആയപ്പോൾ മുതൽ തുടങ്ങിയതാ. അത് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. എന്നാലും ഞാൻ തുറന്ന് പറയാൻ തീരുമാനിച്ചു. മാഡത്തിൻ്റെ മറുപടി എന്തായാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. കിച്ചു അല്ലേ അത്? ഡാ കിച്ചു. ആ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? എന്താണ് വട്ടമേശ സമ്മേളനം? വർക്കൊക്കെ കഴിഞ്ഞു എല്ലാവരുടെയും? എന്താടാ അധികാരം കാണിക്കാണോ? എന്നാലും എൻ്റെ കിച്ചു, ഞങ്ങളോടൊരു വാക്ക് പോലും നീ പറഞ്ഞില്ലല്ലോ. കൊള്ളാം കിച്ചു. ഐ എം സോറി. ഞാൻ മാഡത്തെ കുറിച്ച് എൻ്റെ അടുത്ത് സംസാരിക്കാതിരിക്കുന്നത് നല്ലത് സിദ്ധു. നീ ചെയ്തു കൂട്ടിയതും പറഞ്ഞു കൂട്ടിയതൊന്നും ചില്ലറ കാര്യങ്ങളൊന്നും അല്ലല്ലോ. പിന്നെ നിന്നോട് പെട്ടെന്ന് മറക്കാനും ക്ഷമിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. അത് മനസ്സിലാക്കി നിനക്ക് നന്ന്. കിച്ചു, നിന്റെ അമ്മയുടെയും അർജുൻ സാറിന്റെ കല്യാണം എങ്ങനെയാ നടന്നത്? ഞങ്ങൾ ആരും അറിഞ്ഞില്ലല്ലോ. എന്തായിരുന്നു സംഭവം ശരിക്കും? മാഡം, അനാമിക, അനു, അവളായിട്ട് ഞാൻ എടുക്കുന്നത് സിദ്ധുവിനെയും അവിടെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടെ ലൗകുരം ആയപ്പോഴാണ്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എൻ്റെ അമ്മയുടെ ഹോസ്പിറ്റൽ ഫീസിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാര്യത്തിൽ നിന്നത്. ഞാൻ എന്തിനു വേണ്ടിയാണ് അവൾക്ക് ലൗകുരായി എന്നുള്ളത് അവളായിട്ട് എന്നെ കണ്ടുപിടിച്ചു. എൻ്റെ അമ്മയുടെ വിഷയമാണെന്നുള്ളത്. അവളങ്ങനെ എൻ്റെ അമ്മ എന്ന് ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ തുടങ്ങി, ശുശ്രൂഷിക്കാൻ തുടങ്ങി. പതിയെ പതിയെ എൻ്റെ അമ്മയും അവളും തമ്മിൽ ഒരുപാട് അടുത്തു തുടങ്ങി. ഞങ്ങളെ പോലെ അറിയാതെ ഞങ്ങൾ ഒരുപാട് അടുത്തിരുന്നു. അങ്ങനെ ഇരിക്കൊരു ദിവസമാണ് അനു ഞങ്ങളെപ്പോലും പ്രതീക്ഷിക്കാതെ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മാരേജ് പ്രപ്പോസലായിട്ട് വന്നത്. മോൾ എന്തായി പറയുന്നേ? അതൊന്നും നടക്കില്ല കുട്ടി. സമ്മതിക്കമ്മേ, നടക്കായികൊന്നുമില്ല. ഞാൻ ആടയുടെ അടുത്ത് സംസാരിച്ച് ഡാഡിയും കൂട്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. അനുക്കുട്ടി, നീ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നത്? ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. അതെന്താ കിച്ചു നടക്കായ? ആ ഡാഡാ, എനിക്കും സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കിച്ചു. പക്ഷേ ഇവള് പിടിവാശി നിൽക്കുക. എന്തായാലും ഞാൻ കിച്ചുൻ്റെ അമ്മയടുത്തൊന്ന് സംസാരിക്കട്ടെ. കിച്ചു മോളൊന്ന് പുറത്തേക്ക് നിൽക്കൂ. അത് വേണോ ഡാഡാ? കിച്ചു അവര് സംസാരിക്കട്ടെ. നീ ഇങ്ങോട്ട് വാങ്ങിട്ട് അവിടെ ഇരിക്കാതെ. നീ ഓടാതെ, ഇത് ഹോസ്പിറ്റലാ. അവിടെ നിനക്ക് അൺകംഫർട്ടബിൾ ആണെന്ന് അറിയാം. ഞാൻ എൻ്റെ മോൾക്ക് ഇങ്ങനെ കൂട്ടി നിൽക്കാന്ന് വിചാരിക്കരുത്. അവൾക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ടാണ്. എനിക്കും കിച്ചന് ഒരുപാട് ഇഷ്ടമാണ്. നമ്മളൊരു കുടുംബമാകുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. എൻ്റെ മോള് ഞാൻ തനിച്ചാവരുന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. തൻ്റെ അഭിപ്രായം എന്താ? അനുമോൾ എനിക്ക് നന്നായിട്ട് അറിയാം. കുറച്ച് മാസങ്ങളുടെ പരിചയമുള്ളെങ്കിലും അവളിവിടെ വന്നു കഴിഞ്ഞാൽ വാത്തോരാതിരുന്ന് സംസാരിക്കുന്നത് രണ്ടുപേരെ കുറിച്ച് മാത്രമാണ്. അവളുടെ ഡാഡയെക്കുറിച്ചും പിന്നെ അവളുടെ സിദ്ധുവിനെ കുറിച്ചും. അതുകൊണ്ട് തന്നെ എനിക്കവളെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ പ്രായത്തിലൊരു വിവാഹം, അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. നാട്ടുകാരൊക്കെ എന്തു പറയും? പിന്നെ അധികം നാളുകൾ എണ്ണിത്തീർക്കാൻ എനിക്കില്ലല്ലോ. ദൈവം അല്ല, യമഭഗവാൻ കാത്തിരിക്കും എന്നെ.
നാട്ടുകാർക്ക് വേണ്ടിയാണ് താൻ ജീവിക്കുന്നത്. തൻ്റെ കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടിയിട്ടല്ലേ. അതുകൊണ്ട് നാട്ടുകാരുടെ കാര്യം വിട്. പിന്നെ ഹെൽത്തിൻ്റെ വിഷയമാണെങ്കിൽ യമദേവൻ അടുത്ത കാലത്തൊന്നും തൻ്റെ അടുത്തേക്ക് എത്താനുള്ള വഴി ഇല്ല. അതിനുള്ള കാര്യത്തിലൊക്കെ എൻ്റെ മോളെടുത്തിട്ടുണ്ട്. അമേരിക്കയിൽ തന്നെ ബെസ്റ്റ് സർജനായ ശ്രീധർമ്മ തൻ്റെ വിഷയം അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്. അടുത്ത മാസത്തിനുള്ളിൽ ഡോണറെ കണ്ടെത്തി നമുക്ക് അങ്ങ് അമേരിക്കയിലേക്ക് പറക്കാനുള്ളതാണ്. ഞാനായിട്ടൊരു തീരുമാനം എടുക്കാമെന്ന് കരുതരുത്. എന്തായാലും ഈ ആഴ്ചയിൽ തന്നെ നമ്മുടെ വിവാഹം ഉണ്ടാവും. തനിക്ക് സമ്മതമാണെന്ന് വിചാരിക്കും. കല്യാണം നടന്നത് കുടുംബക്കാർ കുറച്ച് പേരും പിന്നെ ഗൗതമിൻ്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു. ഓഫീസിൽ ഇപ്പൊന്നും പറയണ്ടെന്ന് ഞാനാ പറഞ്ഞത്. അതുകൊണ്ടാ നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചതൊക്കെ. അല്ല കിച്ചു, മേഡം നിന്റെ ഒപ്പം വന്നില്ലേ? ഇല്ല, എൻ്റെ കൂടെ വന്നില്ല. ഗൗതം കൂട്ടിക്കൊണ്ട് പോയിക്കോ അവളെന്നെ. എന്തോ സംസാരിക്കാനുണ്ട് അത്രേ. അപ്പോൾ അവർ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഓഫീസിൽ അവളെ ഡ്രോപ്പ് ചെയ്തോളൂ അവൻ. എന്തോന്നടി അവനെ നോക്കിയോട്ട് നിൽക്കുന്നേ? വിളിച്ചോട്ട് പോയിട്ട് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാൻ നോക്ക്. ഇപ്പൊ തന്നെ വേണോ? പിന്നെ ഇനി എപ്പോഴാ? രാഹുവാലും നാളും ടൈമൊക്കെ കുറിച്ചിട്ടാണോ? വിളിച്ചോണ്ട് കൂടിയാ. കിച്ചു, കിച്ചു എൻ്റെ കൂടെ നിന്ന് വരും. എനിക്ക് അത്യാവശ്യമായിട്ട് കാര്യം പറയാനുണ്ട്. വാ കിച്ചു. എന്തോ പറയാനുണ്ടെന്നും പറഞ്ഞ് വിളിച്ചു കൊടുത്ത് നിർത്തിയിട്ട് എന്താ നീ ഒന്നും പറയാതെ നിൽക്കുന്നേ? നീനു, നീനു, നിനക്കെന്തൊന്നും പറയാനല്ലേ? പറ്റിപ്പോയി, ക്ഷമിക്കണം എന്നോട്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഞാൻ ചെയ്തത്. എന്നോട് ക്ഷമിക്കാൻ പറ്റില്ല നിനക്ക്. ഞാൻ ഇതുപോലെ ഞാൻ ആവർത്തിക്കത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ അടുത്ത് നേരിട്ട് വന്ന് സംസാരിക്കത്തേ ഉള്ളൂ. അപ്പോൾ നീ എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല അല്ലേ? അയ്യോ, അതുപോലെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. അഥവാ എന്തെങ്കിലും മനസ്സിൽ തോന്നിയ, അറിയാതെങ്കിലും തോന്നിയ ഞാൻ നിന്റെ അടുത്ത് വന്ന് ചോദിക്കും. എനിക്കറിയാം നിനക്ക് എന്നോട് പെട്ടെന്നൊന്നും ക്ഷമിക്കാൻ പറ്റില്ലെന്ന്. ഒരുപാട് വർഷത്തെ നമ്മുടെ പ്രണയത്തെയാണ് ഞാൻ അവിശ്വസിച്ച് കളഞ്ഞത്. എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തരാം. ഞാൻ സ്വീകരിക്കാൻ തയ്യാറാ. എന്ത് ശിക്ഷ തന്നാലും നീ സ്വീകരിക്കോ? സ്വീകരിക്കും. അങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ എൻ്റെ ഭാര്യയായി എൻ്റെ കുട്ടികളുടെ അമ്മയായി എന്നങ്ങ് സഹിച്ചടി. കരയാതടി എൻ്റെ പെണ്ണെ. എന്താടാ, മേഡത്തെ കാത്തിരിപ്പാണല്ലോ. അല്ലെങ്കിൽ മേഡം തന്നെ കാത്തിരിക്കില്ലായിരുന്നു. ഇപ്പൊ തിരിച്ചായോ? കളിയാക്കാതെ ഒന്ന് പോകുന്നുണ്ടോ നീ? വാവ്, മേഡം വരുന്നു. എന്ത് ക്യൂട്ടാ മേഡത്തിനെ കാണാൻ. അയ്യോ, ഗൗതം സാറുണ്ടല്ലോ കൂടെ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഏയ് അനു. എന്താ ഗൗതം? ഡാഡി ഇപ്പോൾ വിളിച്ചത്. ഓഫീസിൽ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ പോകണം. ഞാൻ വൈകിട്ട് തന്നെ വിളിക്കാൻ വരാട്ടോ. ബൈ. ഓക്കെ ഗൗതം, ബൈ. ടേക്ക് കെയർ. ഓക്കെ, ബൈ. അനു, നീ ഇത്ര പെട്ടെന്ന് വന്നോ? ഞാൻ വിശേഷം നേരം വൈകുന്നു. ഗൗതം എവിടെ? ഇപ്പൊ അങ്ങ് പോയല്ലോ. ഓഫീസിൽ എന്തോ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. കിച്ചന്റെ കൂടെ ക്യാബിനിലേക്ക് ഒന്ന് വന്നേ. നീനു, ഞാനിപ്പോ വരാവേ. എന്താ മോൻ്റെ ചുറ്റിക്കളി? എന്റെ ഇടത്തേമോട് എന്തെങ്കിലും? മിണ്ടാതെ വാടി. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഗൗതം. സിദ്ധാർത്ഥ്, ആം ഐ റൈറ്റ്? എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഐ എം സോറി ഫോർ ദാറ്റ് ഡേ. തൻ്റെ ഒരു സോറി കൊണ്ട് എല്ലാം ശരിയാവോ? അനുവിൻ്റെ ക്യാരക്ടർ എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ ഇപ്പം എന്തായെന്നറിയോ? തൻ്റെ ഈ ഒരു പ്രവൃത്തി കാരണം എത്ര പേരുടെ മുന്നിലാണ് ഞങ്ങൾക്ക് നാണം കെടേണ്ടി വന്നത്. എൻ്റെ സോറി കൊണ്ട് ഒന്നും തിരുത്താൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എനിക്ക് മാഡത്തിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ സിദ്ധാർത്ഥിനെ കുറിച്ച് അനു എൻ്റെ അടുത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അന്ന് താൻ ചെയ്തതിന് മറുപടി തന്നത് അനുവാ. താൻ ഇനി ഇതുപോലെ ആവർത്തിച്ചാ ഞാനായിരിക്കും തനിക്ക് മറുപടി തരാൻ പോകുന്നത്. അവൾ എൻ്റെ ഭാര്യ ആവാൻ പോകുന്ന പെൺകുട്ടിയാ, അത് മറക്കണ്ട. മേ ഐ കം ഇൻ മാം? യെസ് കമിങ്. സിദ്ധാർത്ഥ്, താനോ? എന്താ ഇവിടെ? എന്താ റീസൈൻ ലെറ്റർ വല്ലതും കൊണ്ട് വന്നതാണോ? എന്നെ തന്നോളൂ. റിസൈനോ? ഞാനോ? മാം, ഞാൻ റിസൈൻ ചെയ്യുന്നതുകൊണ്ട് മാഡത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലേ? പ്രശ്നമില്ലാതിരിക്കോ? പ്രശ്നമൊക്കെ ഉണ്ട്.
അങ്ങനെ വരട്ടെ. പെട്ടെന്ന് തന്നെ പിയുടെ പോസ്റ്റിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കണ്ടേ? അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവുമല്ലോ. കുറച്ച് നാൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം. ഇറ്റ്സ് ഓക്കെ, സാരമില്ല. അപ്പൊ ഞാൻ പോകുന്നതിന്റെ വിഷമല്ല മാഡം. അന്ന് എൻഗേജ്മെന്റിൽ നടന്ന സംഭവത്തിന് ശേഷം മാഡത്തിനൊന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. സിദ്ധാർത്ഥന് പ്രത്യേകിച്ച് എന്താ എന്നോട് പറയാനുള്ളതൊക്കെ മുന്നേ പറഞ്ഞതല്ലേ. പിന്നെ അന്ന് താൻ ചെയ്തതിന് ഞാൻ തക്കതായി മറുപടിയും തന്നല്ലോ. അന്ന് ഞാൻ ചെയ്തത് ആഗ്രഹിച്ച് ചെയ്തത് തന്നെയാ. അതിന് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ചെയ്തതുകൊണ്ട് അത് തെറ്റാണ്. വാട്ട് യു മീൻ? ഞാൻ മാഡത്തിനോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ മാഡത്തിന് എന്നോട് ക്ഷമിക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാൽ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എനിക്ക് മാഡത്തിനോട് തുറന്ന് പറയണം. എനിക്ക് മാഡത്തിന് ഒരുപാട് ഇഷ്ടമാണ്. ഐ റിയലി ലവ് യു. ഇങ്ങനൊരു വാക്ക് കേൾക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ സിദ്ധാർത്ഥ്. പക്ഷെ ഇപ്പം അത് കേൾക്കുമ്പോൾ സന്തോഷമൊന്നും തോന്നുന്നില്ല. ശരിയാവില്ല സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് എന്താണ് ചിത്രീകരണം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാ. ഇനി പറ്റില്ല. എനിക്കറിയാം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ നാവിൽ നിന്ന് റിജക്ഷൻ കേൾക്കുമ്പോൾ എന്തായിരിക്കും ഫീലിങ്സ് എന്ന്. ഐ എം സോറി സിദ്ധാർത്ഥ്. സോറി എന്ന വാക്ക് എൻ്റെ മുന്നിൽ ഉപയോഗിക്കരുത് മാഡം. മാഡം പറഞ്ഞത് എനിക്ക് വേദനിച്ചു. പക്ഷെ മാഡത്തിനോട് ഞാൻ അന്ന് റിജക്റ്റ് ചെയ്തത് ഇതിനും ദാരുണമായിട്ടല്ലേ? മാഡത്തിൻ്റെ വേദന ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഐ എം റിയലി സോറി ആൻഡ് ഐ ഡിസർവ് ദിസ് മാം. ഈ പണിഷ്മെന്റ് ജീവിതകാലം മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറാണ്. സോറി മാം. അനു, സിദ്ധു എന്താ കരഞ്ഞോണ്ട് പോകുന്നേ? എന്ത് പറ്റി? എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തു, ഞാനൊന്ന് റിജക്റ്റ് ചെയ്തു. ദാറ്റ്സ് ഓൾ. വാട്ട്? ദാറ്റ്സ് ഓൾ? അത്രയേ ഉള്ളൂ? യാ, ദാറ്റ്സ് ഓൾ. വീട്ടിലേക്ക് പോവാം, നേരായില്ലേ? ദാറ്റ്സ് ഓൾ? ഇന്നലെ എവിടെയല്ലേ ഇരുന്ന് കരഞ്ഞായിരുന്നേ? വാട്ട് എ കൺഫ്യൂഷൻ ലവ് സ്റ്റോറി. അല്ലാനി മോളെ, ഗൗതമിനൊപ്പം ഡിന്നറും കഴിഞ്ഞിട്ട് വരുന്നല്ലേ മോള് പറഞ്ഞത്? ഞാൻ ക്യാൻസൽ ചെയ്തു അമ്മ. എനിക്ക് നല്ല തലവേദനയുണ്ട്. ഞാനൊന്ന് പോയി കിടക്കട്ടെ, ഇന്നൊന്നിനും വയ്യ. കിച്ചു, മോൾക്ക് എന്താണ് നല്ല വിഷമമുണ്ടല്ലോ, എന്തു പറ്റി? സിദ്ധു അവളിന്ന് പ്രപ്പോസ് ചെയ്തു, അതിന്റെയാ. എന്തായി പറയുന്നേ? അവൻ എന്താ വേലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? എന്റെ കൊച്ചിനിങ്ങനെ വേദനിപ്പിച്ച് അവന് സമാധാനമായിട്ടില്ലേ? ഓൾറെഡി അവൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവൾ ആട്ടി പായച്ചതാ. ഇപ്പൊ അവനായിട്ട് വരുന്നു. രണ്ടെണ്ണം കൊടുക്കാറുന്നില്ലടോ നിനക്ക്. അമ്മ അങ്ങനെ ദേഷ്യപ്പെടാതെ, അത് ഹെൽത്തിന് നന്നല്ല. പിന്നെ ഇതിനൊരു തീരുമാനം അനു എടുക്കേണ്ടത്. അവള് തന്നെ എടുത്തോളും. ഇനി അവനായിട്ട് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ വരുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം. അമ്മ ഫുഡ് എടുക്കുക എന്തായാലും. അവൾക്കുള്ള ഫുഡ് റൂമിൽ കൊണ്ടേ കൊടുക്കണേ. അവൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. എല്ലാ രീതിയിലും എന്നെ തകർത്തെറിഞ്ഞിട്ടാ നീ ഇപ്പൊ നിന്റെ പ്രണയം വന്ന് പറഞ്ഞത്. പക്ഷെ അത് കേട്ടപ്പോ പോലും നിന്നെ വന്ന് കെട്ടിപ്പിടിച്ച് മുത്തങ്ങൾ കൊണ്ട് മൂടാൻ എനിക്ക് തോന്നിയത്. എൻ്റെ ആഗ്രഹങ്ങളും മോഹങ്ങളെല്ലാം എനിക്ക് മൂടി വെച്ചേ പറ്റും സിദ്ധു. നീ ഇനി എൻ്റെ പുറകെ വരല്ലേ. കാരണം എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഐ ലവ് യു സോ മച്ച്. ആനന്ദേട്ടാ, ഞാൻ അവനെ വിളിക്കാൻ നോക്കിയതാ. റൂമിന്റെ വാതിൽ പോലും അവൻ തുറക്കുന്നില്ല. തേമ്പി തേമ്പി കരയാ എൻ്റെ ഉള്ളെന്ന്. എന്ത് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കണമെന്ന് പോലും എനിക്ക് അറിയുന്നില്ല. നമ്മൾ എന്ത് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാനാ? അവനായിട്ട് വരുത്തി വെച്ചതല്ലേ എല്ലാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ കുട്ടികളുടെ ഭാവി എന്തായിത്തീരോ എന്തോ. ദൈവം എന്താ അവർക്ക് വേണ്ടി വിധിച്ചിരിക്കുന്നതെന്നാ. നീ ഇതെവിടേക്ക് ഇത്ര നേരത്തെ തന്നെ? അമ്മേ, എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. ഞാനൊന്ന് നേരത്തെ ഇറങ്ങണം. ഒരാഴ്ചയും കൂടെ ഉള്ളൂ ആ റീജിയൽ ഗ്രൂപ്പിന്റെ ഷോയ്ക്ക്. അതുകൊണ്ട് കുറച്ച് മെറ്റീരിയൽസും കൂടി പർച്ചേസ് ചെയ്യാനുണ്ട്. പിന്നെ അതിന്റെ വർക്കും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇറങ്ങാണേ. ഇവനല്ലേ ഇന്നലെ ഇരുന്ന് മോങ്ങിയിരുന്നത്? ഒന്നും മനസ്സിലാവണില്ലല്ലോ. യാ, 3 PM. ചേഞ്ചസ് ഒന്നുമില്ല. അതെ അതെ. ആ ഓക്കെ ഓക്കെ, താങ്ക് യു മാഡം. ഇവനിത് ഇത്ര നോർമലായിട്ട് സംസാരിക്കുന്നത്? ഇന്നലെ അവൻ്റെ ജീവൻ പോയ അവസ്ഥയായിരുന്നല്ലോ. ദുഃഖം പുറത്ത് കാണിക്കാതിരിക്കും പാവം. നവി, 1 വീക്ക് കൂടെയുള്ള പ്രോഗ്രാമിന് നീ ഇതുവരെയായിട്ടും ഡ്രസ്സിന്റെ മെറ്റീരിയൽസ് ചെക്ക് ചെയ്തില്ലേ? 2-3 മെറ്റീരിയൽസ് വളരെ ചീപ്പാണ് കിട്ടിയിരിക്കുന്നത്. നീ ഇതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നോ? ഇല്ല, മെറ്റീരിയൽസ് ഞാൻ നല്ല ചെക്ക് ചെയ്തതാ. ലോക്കൽ ക്വാളിറ്റി ഒരിക്കലും നമ്മൾ എടുക്കാറില്ലതല്ലേ. ഞാനായിട്ട് തന്നെയാണ് പോയിട്ട് സെലക്ട് ചെയ്തത്. അങ്ങനെ വരാൻ വഴിയില്ല. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് ചേഞ്ച് ചെയ്തോളാം.
ഇഷൻ സാറിന്റെ പിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മോഡൽസിന് വേണ്ടിയുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ റെഡിയാക്കി കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അവർ നമ്മളെ കോൺടാക്ട് ചെയ്യത്രേ. മോഡൽസ് ഇന്ന് വൈകിട്ട് ലാൻഡ് ചെയ്യും. അവരുടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നാളെ തന്നെ അവരുടെ ഡ്രസ്സിൻ്റെ ഫിറ്റ്നസ് നോക്കണം, അതുപോലെ തന്നെ ട്രയലും നോക്കണം. അതെൻ്റെ സെക്ഷനാ, ഞാൻ നോക്കിക്കോളാം. മേഡം വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മൈ ലവ്. ഗുഡ് മോർണിംഗ്. മാം, ഇഷാൻ സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. മാഡം വന്നു കഴിഞ്ഞാൽ സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഓ നോ, ഓ ഗോഡ്, എൻ്റെ മൈൻഡിൽ നിന്ന് അത് പോയതെങ്ങനെ. ഒരു കാര്യം ചെയ്യും സിദ്ധാർത്ഥ്, ഡ്രസ്സിൻ്റെ കോഡ്സ് നെറ്റിനും മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കൊണ്ട് എൻ്റെ ക്യാബിനിലേക്ക് ഇപ്പം തന്നെ വരണം. യെസ് മാം. കിച്ചു, എന്ത് പറ്റി? എന്താ ഇത്ര ആലോചിക്കുന്നേ? ആലോചിക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ. നീ അവരുടെ ശ്രദ്ധിച്ചോ? ഇന്നലെ അവൻ പറഞ്ഞു റിജക്റ്റ് ആയതിന്റെ ഫീലിംഗ് അവരുടെ മുഖത്ത് കാണുന്നില്ല. അവളത് കേട്ട ഭാവം അവിടക്കുമില്ല. ഇവർ രണ്ടുപേർക്കിടയിൽ ശരിക്കും എന്തോ നടക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എടാ, നിനക്ക് മാത്രല്ല, ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. വന്നപ്പോ മുതല് അവൻ നല്ല എനർജറ്റിക് ആയിട്ടാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഇതിപ്പോ അവരുടെ ലവ് സ്റ്റോറിക്ക് അവർക്ക് ഇത്ര ടെൻഷൻ ഇല്ല. നമ്മൾ ഇവിടെ കിടന്ന് ടെൻഷൻ അടിച്ചോണ്ടിരിക്കുക. ഈ ഡിസൈനുള്ള മെറ്റീരിയൽ കിട്ടുന്നില്ലെങ്കിൽ ഇതിന്റെ ഡിസൈൻ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്താൽ മതി. അത് സിദ്ധാർത്ഥ് തന്നെ ചെയ്യണം, മറ്റാരെങ്കിലും കൊടുക്കാൻ പാടില്ല. മാം, ഇത് ഷോർട്ട് ഡ്രസ് ആണ്. ഈ ഡ്രസ്സിന് നമ്മൾ വിചാരിക്കുന്ന മെറ്റീരിയൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ലോങ് ലെങ്ത് ആയി പോകും. It's okay, Siddharth. Length is not problem. It's the design is important. Okay, ma'am. I will try my best. ഈ ഗ്രീൻ ഉണ്ടല്ലോ, അത് ഡബിൾ ഷെയ്ഡ് ആയിട്ട് കേട്ടോ. ഇതിനും തന്നെ ശരിക്കുള്ള മോഡൽസിനെ നിർത്തുന്നതാണ്. സാരമില്ല, പോട്ടെ. ബ്ലൂ പ്ലെയിൻ മതി, അതിൽ വർക്ക് വേണ്ട. മാഡത്തിനെ കാണുമ്പോൾ ശരിക്കും എനിക്ക് അസൂയ തോന്നുന്നുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങളൂടെ കടന്നു പോയിട്ടാ മാഡത്തിന് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ശരിക്കും ഒരു സൂപ്പർ വുമൺ തന്നെ അല്ലേ? അത് ശരിയാ, ഒരു സ്ട്രോങ് ലേഡി. നിനക്ക് ശരിക്കും അറിവില്ലേ കിച്ചു മാഡത്തിനെ കുറിച്ച്? യാ സ്ട്രോങ് ലേഡി, എനിക്ക് നന്നായിട്ട് അറിയാം. എഴുന്നേക്ക് കിച്ചു, എഴുന്നേക്കുന്നുണ്ടോ? എനിക്ക് ഓർക്കാൻ വരുന്നില്ല. കിച്ചു, അയ്യോ എന്തുവാടി? കിച്ചു, ഒരു പെൺകുട്ടിക്ക് നീ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവളെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ അവളുടെ പിറകെ നടക്കോ അതോ നടക്കാതിരിക്കോ? അതിന് നീ എന്തിനാ എന്നെ തല്ലാൻ വരുന്നേ? ആ പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന് അവളെ ഞാൻ എന്റെ പ്രണയത്തിൽ വീഴ്ത്തും. അങ്ങനെയല്ലേ? പിന്നെന്താ അവൻ മാത്രം മൈൻഡ് ചെയ്യാത്തെ? യവനെ ആരെയും മൈൻഡ് ചെയ്തില്ലെന്നാ. പ്രപ്പോസ് ചെയ്തില്ലേ? എന്നെ പ്രപ്പോസ് ചെയ്തില്ലേ? ആര് പ്രപ്പോസ് ചെയ്ത്? സിദ്ധു ആണോ? പിന്നെ ആരാ എന്നെ പ്രപ്പോസ് ചെയ്തേ? അവൻ നിന്നെ മൈൻഡ് ചെയ്യുന്നില്ലേ? അതിന് ഈ പാതിരാത്രി ഞാനെന്ത് ചെയ്യാനാ? ഉറക്കം വരുന്നുണ്ടായിരുന്നില്ലേ കാര്യം വിളിച്ചിട്ട്? എന്റെ കാര്യം പറയാൻ നീയല്ലേ ഉള്ളൂ, അതുകൊണ്ടാ. ഇവിടെ എടി ഇറങ്ങിപ്പോടി, മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടിട്ട് നോക്കി നിൽക്കാതെ ഇറങ്ങിപ്പോടി. ഓ, നിന്റെ ഉറക്കം പോയി. വീട്ടിൽ അനുഭവിക്കുന്നത് ഞാനല്ലേ. അങ്ങനെ ഷോയുടെ ഫൈനൽ ഡേ എത്തി. ഡ്രസ്സൊക്കെ അവിടേക്ക് എത്തിയില്ലേ? ഹാളിലേക്ക് എത്തിച്ചില്ലേ? ഡ്രസ്സെല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മോഡൽസ് ഡ്രസ് ചേഞ്ച് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. എലൻസ് ഗ്രൂപ്പിന്റെ ഷോ കഴിഞ്ഞാൽ നമ്മുടെ ഷോയാണ്. എലൻസ് ഗ്രൂപ്പിന്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു മാഡം. നമ്മുടെ മോഡൽസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. മാം, അത് നമ്മുടെ ഡ്രസ്സിന്റെ മോഡലല്ലേ?
എലൻ സ്ക്രിപ്റ്റിന്റെ ഇല നാണം കേട്ടവൻ. എത്ര ധൈര്യം ഉണ്ടായിട്ടാ നമ്മുടെ ഡിസൈൻ അടിച്ചു മാറ്റിയതവൻ. ഏതൊക്കെ ഡിസൈൻസ് നമ്മുടെ ഇത് പോയിന്ന് ഇപ്പൊ എങ്ങനെ അറിയുന്നത്? റിലാക്സ് കിച്ചു, നമ്മളിവിടെ ഇറക്കാൻ പോകുന്നത് പുതിയ ഡിസൈൻസാ. എലൻ എത്ര കളി കളിച്ചാലും നമ്മുടെ മുന്നിൽ ജയിക്കാൻ പോകുന്നില്ല. മെറ്റീരിയൽസിൽ ലോക്കൽ മെറ്റീരിയൽസ് ആഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ പണി കിട്ടാൻ പോകുന്നു എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഇപ്പൊ നടത്തിയതൊക്കെ ഞാൻ അറിഞ്ഞില്ലല്ലോ. സിദ്ധു, നീ എന്തിനാ ചിരിക്കുന്നേ? അപ്പോ നിനക്കറിയായിരുന്നു ഇതെല്ലാം? നവീൻ പർച്ചേസ് ചെയ്ത എല്ലാ പ്രോഡക്റ്റും മെറ്റീരിയൽസും ക്വാളിറ്റി ഉള്ളതാണെന്ന് എനിക്കറിയാം. അത് നമ്മുടെ ഗോഡൗണിൽ എത്തിക്കഴിഞ്ഞിട്ടാണ് ലോക്കലിലേക്ക് ചേഞ്ച് ആയത് പകുതി. അവിടെ തന്നെ എല്ലാം ആളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഞാനും സിദ്ധാർത്ഥും കൂടിയിട്ട് ലാസ്റ്റ് മിനിറ്റിൽ പുതിയ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തത്. സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് ആ ഡ്രസ്സസാണ് ഇന്ന് മോഡൽ എവിടെ ഇടാൻ പോകുന്നത്. മേഡം സിദ്ധുവിനും കലക്കി. ഓ, ഞാനൊന്നും ഒരുപാട് പേടിച്ചു പോയി. എന്തായാലും ഇന്ന് എലന്റെ മുഖം എനിക്ക് കാണണം. മാഡം, നമ്മുടെ മോഡൽസ് വരുന്നുണ്ട്. കലക്കിയതായാലും taking shots at the enemy. I'm gonna make it to the top, leave a legacy. If I got something to say, you better let me speak. Turn it up a new degree, bitch, you ain't seen anything. I pop off with the new rock, electronic, blow the sonic roof up. I'm too honest when I take a few shots. They're too toxic, need to take the new song. And you cannot save me, 'cause I don't need saving. It's everything I've been chasing, all here for the taking. Don't wanna test your luck with me, I think I've had enough disease. I'm sick of all the bad thoughts, people who are half-nots. You are not as tough as മാം, ഇനി മാഡത്തിനാ പോകേണ്ടത്. ശരി മാഡം, ബെസ്റ്റ് ഓഫ് ലക്ക്. Thanks for everything, Anamika. And your designing is amazing. Thank you, sir. This is not only my credit. This is all my employees. And thanks to Siddharth. He is the designer. No, this is only your credit. മാഡാവിൻ്റെ ഡിസൈൻ എല്ലാം എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ ഓൺലി ഡ്രോയിങ് മാത്രമേ ഉള്ളൂ സർ. ഓക്കെ, യുവർ ഹോൾ ഗ്രൂപ്പ് ഈസ് ഗ്രേറ്റ്. മതിയില്ലേ? എന്തായാലും ഇനിയുള്ള ഞങ്ങളുടെ എല്ലാവർക്കും നിങ്ങൾക്ക് തന്നെയായിരിക്കും മിസ് അനാമിക. Oh, thank you. Thank you, sir. Thank you so much. ഷോയെല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പൊ തന്നെ 1 മണിയായി രാത്രി. ഇനി എന്തായാലും ഇവിടെ നിൽക്കണ്ട, പോവാം. കിച്ചു, നിങ്ങൾ ചെല്ലേ, ഞാനിപ്പോൾ തന്നെ വരാം. എനിക്ക് ചെറിയൊരു വർക്കും കൂടി ഉണ്ട്. ഓക്കെ, അധികം വൈകിക്കരുത്. സിദ്ധാർത്ഥ് ഇവിടെ നിൽക്കണ്ട. ഞാൻ എൻ്റെ വർക്ക് തീർത്തിട്ട് ഞാൻ വന്നോളാം. സിദ്ധാർത്ഥിൻ്റെ ആവശ്യം ഇനിയിപ്പോൾ ഇവിടെ ഇല്ല. മേഡത്തിന്റെ വർക്ക് എന്താണെന്ന് എനിക്കറിയാം. കൂടെ ഞാനുണ്ട്. ഒറ്റയ്ക്ക് ഞാൻ വിടില്ല. സിദ്ധാർത്ഥിനെ എതിർത്ത് സംസാരിക്കാനോ? ഞാൻ തൻ്റെ ബോസാണെന്ന് മറക്കരുത്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ മാഡത്തിന് വിട്ടു പോവില്ല. എന്ത് പണിഷ്മെന്റ് വേണമെങ്കിലും മാഡത്തിന് എനിക്ക് തരാം. മാഡം ചെയ്യാൻ പോകുന്ന കാര്യത്തിന് ഞാൻ ഒറ്റയ്ക്ക് വിടില്ല. എന്തൊക്കെ ചെയ്യും? ഹലോ, എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ജയിക്കാൻ പറ്റിയില്ലല്ലേ? മിസ് അനാമികന്റെ ഈ തോൽവി കണ്ട് രസിക്കാൻ വന്നതാണോ? ചിരിച്ചോ ചിരിച്ചോ. നിന്റെ ഈ ചിരിയെ മായാൻ അധികം നാളില്ല. ഞാൻ ചിരിക്കണോ കരയണമെന്നോ ഞാനാ തീരുമാനിക്കുന്നത്, അല്ലാതെ നീയല്ല. പിന്നെ സ്വപ്നത്തിൽ പോലും നീ എൻ്റെ മുന്നിൽ ജയിക്കില്ല. നീ ഓൾവേസ് ഒരു ലൂസറാണ്. ഐ ആം നോട്ട് ലൂസർ. ഇനി ഇതുപോലെ എൻ്റെ മുന്നിൽ പറയരുത്. ഒരു പെണ്ണായിട്ട് നീ എൻ്റെ മുന്നിൽ ഇത്രയും ധൈര്യത്തോടെ പറയുന്നു ഞാൻ ആരാണെന്ന്. അവളെ തന്നെ മാത്രം അറിയണം നീ. You bastard! I will kill you. സിദ്ധു, എലൻ അവിടെ വിട്. എലൻ സിദ്ധാർത്ഥിനെ വിട്.
എന്നെ അടിച്ചിട്ട് ഇവൻ ജീവനോടിരിക്കുന്നു കരുതുന്നുണ്ടോ? ഇവൻ വിട്ടടാ അവനെ. എന്നോട് വിടാൻ പറഞ്ഞ കേൾക്കില്ലല്ലേ? അനു മാഡം, സിദ്ധു, ഡാ നീ ഓക്കെ അല്ലേ? ആ ഞാൻ ഓക്കെയാ മാഡം. മേഡം അവന്റെ പറപ്പിക്കല്ലേ. ഇനി നീ എന്റെ കമ്പനി ഇല്ലായ്മ ചെയ്യാൻ നോക്കിയാ നിന്റെ ഒറ്റയടിക്ക് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കും. മനസ്സിലായോടാ? ഓക്കെ അല്ലേ സിദ്ധു? കുഴപ്പമൊന്നുമില്ലല്ലോ. സിദ്ധുവിന് ഈ പണി പറ്റില്ലെന്ന് അറിഞ്ഞൂടെ? എന്ന് അവിടെ നിന്ന് ഓടിപ്പൊക്കൂടെ? അടി കൊള്ളാൻ വേണ്ടി നിന്ന് കൊടുക്കണോ? മാഡത്തിന് അങ്ങനെ തനിച്ചാക്കി പോവാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും മാഡത്തിന് ഒന്നും വരെ ഞാൻ സമ്മതിക്കുന്നില്ല. എന്റെ മോളെ എന്ത് പണിയാ ചെയ്തത്? എന്തിനു ഒറ്റയ്ക്കൊക്കെ അവരുടെ അടുത്തേക്ക് പോയത്? ഡേഞ്ചറാന്ന് അറിഞ്ഞൂടെ? കിച്ചണിൽ കൂട്ടിട്ട് പോവാറുതല്ലേ മോള്? അയ്യോ എന്റെ അമ്മേ, ഞാൻ ഓക്കെയാണ്. കണ്ടല്ലേ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ചെറിയൊരു സ്റ്റണ്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ കിച്ചു? അതെ അതെ, ചെറിയ സ്റ്റണ്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ ആ സിദ്ധിച്ചേർക്കുന്ന മുഖത്ത് കണ്ണും മൂക്കൊന്നല്ല കൂടുതൽ ചോരയിരിക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്നോട് പറയാതെ ഇവിടെ പോയത്. എന്റെ ഓണിക്കുട്ടി ഇത് ഈ പ്രായത്തിലും ഡാഡിക്കൊരു സമാധാനം തരത്തില്ലെന്നാണോ? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അച്ഛൻ എന്താ ചെയ്യേണ്ട കുട്ടിയെ? സോറി ഡാഡാ, ഞാൻ ഇനി ഇതുപോലെ ആവർത്തിക്കത്തില്ല. പ്ലീസ് ഡാഡാ. മതി മതി, ഇനി വർത്താനം പറഞ്ഞിരുന്നത്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് പിള്ളേരെ. സമയം എത്രയായിന്നറിയോ? അനുമോള് ഇന്ന് അമ്മയുടെ ഒപ്പം കിടന്നാൽ മതി. എന്താ എൻ്റെ അമ്മക്കുട്ടി, പേടിച്ചു പോയോ? അതാണോ? മിണ്ടാതെ വാടി ഇവിടെ. ഡാഡാ കൂട്ടുകിടക്കാൻ ഞാൻ വരുന്നു. എടാ പോടാ കളിയാക്കാത്ത പോടാ, കരുതി കിടന്നോളാ. ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്നാ നാട്ടിലേക്ക് വരുന്നത്? ഉടനെ തന്നെ വരാൻ നോക്കുന്നുണ്ടാനോ? അനു, ഈ സമയത്ത് ഞാൻ അവിടെ ഇല്ലാതെ പോയി. താൻ ഓക്കെ അല്ലേ? പിന്നെ സിദ്ധാർത്ഥിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അതൊന്നും സാരില്ല ഗോതം. പിന്നെ സിദ്ധാർത്ഥിന് കുഴപ്പമൊന്നുമില്ല. സിദ്ധാർത്ഥ ഓക്കെയാണ്. ഡോക്ടറെ കാണിച്ചിരുന്നു. വീട്ടിൽ റെസ്റ്റ് എടുക്കാം. ഞാനും ഓക്കെയാണ് കേട്ടോ. ഓക്കെ, തനിക്ക് ക്ഷീണം ഉണ്ടാവും. ഗുഡ് നൈറ്റ്. ഉറക്കം വരുന്നില്ലല്ലോ. സിദ്ധുക്ക് എന്താ ചെയ്യുന്നുണ്ടാവുമോ? പാവം, അവന് നന്നായിട്ട് വേദനിക്കുന്നുണ്ടാവും. ഗുഡ് നൈറ്റ് ബേബി. ആ ഞാൻ വിളിക്കാം. അവന് മര്യാദയ്ക്ക് ഒരാളോട് ഒച്ചയിടാൻ പോലും അറിയത്തില്ല. ഞാനും പറഞ്ഞു അമ്മേ, അടിക്കാനൊന്നും പോണ്ടെന്ന്. മോൾക്ക് ഇഷ്ടപ്പെട്ടെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മയുടെ നാടൻ ചിക്കൻ കറിയില്ലേ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അനാമിക, അനു, എൻ്റെ അനുവെന്ന് ഞാൻ ഒരുപാട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഫാമിലി കംപ്ലീറ്റഡാ അനുവിടെ ഉള്ളപ്പോൾ. ഐ ലവ് യു അനു, ഐ ലവ് യു. മോളെ, കല്യാണത്തിന് ഇനി 2 ആഴ്ചയും കൂടി ഇല്ലല്ലോ. മോളുടെ ഡാഡ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. ഒരാഴ്ച മുന്നേ തന്നെ അവിടെ ഉണ്ടാവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ച മുന്നോ? 2 ആഴ്ച മുന്നേ തന്നെ നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവണം. ഒരാഴ്ചയും കൂടെ ഉള്ളൂ ഇനി കല്യാണത്തിന്. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇത്ര നാൾ എങ്ങനെ പിടിച്ചെന്ന് എനിക്കറിയുള്ളൂ. എനിക്ക് വയ്യ. നീ എന്തെങ്കിലും പറഞ്ഞോ നീനു? ഞാൻ നിന്റെ അടുത്ത് എന്ത് പറയാനടാ? നീയായിട്ടൊന്നും പറയാതിരുന്നല്ലേ? മേഡത്തിന്റെ പിന്നാലെ നടന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ് മേഡത്തിനെ വളയ്ക്കാൻ നിൽക്കാതെ എല്ലാം ഒഴിഞ്ഞു മാറുന്നത് നീയല്ലേ? പിന്നെന്താ? നിശ്ചയം കഴിഞ്ഞൊരു പെൺകുട്ടിയുടെ പിറകെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്നത് തെറ്റല്ലേ? ആ അത് ശരിയാ, വലിയ തെറ്റാ. ആ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടീനെ എല്ലാവരും മുന്നിൽ വെച്ച് കിസ് ചെയ്യുന്നതും അത് കഴിഞ്ഞ് ഓഫീസിൽ പ്രപ്പോസ് ചെയ്യുന്നതും ഇപ്പതേ ഈ ഒരാഴ്ചയുള്ള കല്യാണത്തിന്. അതിനിടയ്ക്ക് എനിക്ക് അവളെ മറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഈ ഇരുന്ന് മോങ്ങുന്നതൊന്നും തെറ്റേ അല്ല. അവളെ പുറകെ നടക്കുന്ന മാത്രം തെറ്റ്. സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താ സിദ്ധാർത്ഥ്? നീനു, നിന്റെ കൈ കാലായിട്ട് കിടത്തിയിട്ട് ഞാൻ പിടിക്കാം. പ്ലീസ് എന്നെ സഹായിക്കുന്നേനു. എനിക്ക് മേഡമില്ലാതെ പറ്റില്ല. മേഡത്തിന് മറ്റൊരാളുടെ ഒപ്പം കാണാൻ എനിക്ക് കഴിയില്ല നീനു. നീനു പ്ലീസ് നീനു. അയ്യേ, കിടന്ന് മോങ്ങാനടാ, അത് ഓഫീസാണ്. എന്തോടെ നീനു ഇവനിങ്ങനെ കിടന്ന് പോകുന്നത്? എടാ, ഒരു വഴിയുള്ളൂ. നീ പോയി വിളിച്ചിറക്കി കൊണ്ടുപോടാ. ബാ പോവാ നമുക്ക്. എങ്ങോട്ട് പോണു? നീടെവിടിക്കാ? ഇവനല്ലേ പറഞ്ഞേ വിളിച്ചിറക്കി കൊണ്ടുവരാന്ന്. വാ. ഓ,
എൻ്റെ പൊന്നെ സിദ്ധു, എനിക്ക് വയ്യ. എടാ നീ ചെന്ന് കഴിഞ്ഞാൽ മേടങ്ങ് പിടിച്ച ഓടിപ്പോരല്ലേ? നിനക്ക് എന്തുവാടാ? ആലോചിച്ചിട്ടറിയണം. പിന്നെന്താ വഴി? എനിക്ക് മാഡത്തിനെ വേണോ? മാഡം എന്തായാലും ഇനി ഓഫീസിലേക്ക് വരത്തില്ല. കാരണം അവരുടെ കസിൻസും ആൾക്കാരൊക്കെ വീട്ടിൽ വന്നു തുടങ്ങി. പിന്നെ അവിടേക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്കാണ്. ഇന്നെങ്കിൽ ഒരു വഴിയല്ലോ, കിഡ്നാപ്പ് ചെയ്യേണ്ടി വരും. ആ, അത് നല്ല ഐഡിയ. മാഡം എന്നോട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം തിരിച്ചു എനിക്ക് അതുപോലെ ഞാൻ പോവാം. ഞാൻ പോയി കൊണ്ടുവരാം. അയ്യോ അത് വേണ്ട, നമ്മൾ കൂട്ടിലടിച്ച പറവയെ തുറന്നു വിടാൻ പോവല്ല, കിഡ്നാപ്പ് ചെയ്യാൻ പോവാ. പ്രൊഫഷണൽ ആയിട്ടുള്ള വല്ല ആൾക്കാരെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഓ, ത്രില്ല്. ഓ, ഒരു മൂവിയിലേക്കുള്ളൊരു സീന് പോലെയുണ്ട്. ഓക്കെ ഓക്കെ, എനിക്കറിയാവുന്ന ഒരു ടീമുണ്ട്, നമുക്ക് അവരെ ഏൽപ്പിക്കാം. അല്ലടി, കിച്ചുവിൻ്റെ അടുത്ത് പറയണ്ടേ? അല്ല നവീനെ, നിന്റെ ജാതകത്തില് നിനക്ക് ദീർഘായുസ് ഇല്ലെന്ന് തോന്നുന്നു. എൻ്റെ ദീർഘായുസും ജാതകവും ഈ കിഡ്നാപ്പായിട്ട് എന്താടി ബന്ധം? അനുവിനെ നീ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നത് ഇവന് വേണ്ടിയാന്ന് കൂടെ അറിഞ്ഞാ നിന്നെ അവൻ കൊന്നു കളയും, അതാ. ഓ, നീ പറഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ ഇവൻ്റെ മാരേജിന് പകരം എൻ്റെ ഡെത്ത് ആയാണ് നടക്കുന്നത്. മേഡം ഞാൻ ഒന്നിക്കാൻ പോവുക. അനു, നീ എന്തിനാണ് ഇപ്പൊ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എനിക്കിവിടെ പണിയുണ്ട്. എനിക്ക് ഓഡിറ്റോറിയത്തേക്ക് പോകണം. അവിടുത്തെ കുറച്ച് ഡെക്കറേഷൻ വർക്ക് കൂടി ചെയ്യാനുണ്ട്. അതെ കിച്ചു, എനിക്ക് സിദ്ധുനെ വേണം. പന്നി, 2-3 ദിവസം കൂടിയുള്ളൂ. കല്യാണ മണ്ഡപത്തിന് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അവളുടെ സിദ്ധുവിനെ വേണമെന്ന്. നീ എന്താ അവനെ പൊട്ട കളിപ്പിക്കുന്നോ? കിച്ചു, എനിക്ക് അവനെ വേണം. അവനില്ലാതെ എനിക്ക് പറ്റില്ല. വേറെ ആരെ അവൻ്റെ സ്ഥാനത്ത് എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റില്ല. നീ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ അവനെ വീണ്ടും കിഡ്നാപ്പ് ചെയ്യും. അനു, ഇത് കുട്ടിക്കളിയില്ല. നിനക്ക് കല്യാണം വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയാറുന്നില്ലേ? ഇത് ഇവിടം വരെ എത്തിച്ചിട്ട് കിഡ്നാപ്പും കാര്യങ്ങളും അതൊന്നും ശരിയാവില്ലാനോ? കിച്ചു, നീ എന്നെ കൈ ഒഴിയല്ലേ. നീ അല്ലാതെ എനിക്ക് വേറെ ആരാള്ളത്? ആരടുത്ത് കല്യാണം നടത്താൻ പറഞ്ഞ ഡാഡ് നിർത്തത്തില്ല. നീ എന്നെ കൂടെ നിൽക്കുന്നുള്ള ഒറ്റ പ്രതീക്ഷ എനിക്കുള്ളത്. ഇല്ലെങ്കിൽ അനു, നീ കാര്യം മനസ്സിലാക്ക്. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നിന്റെ കല്യാണക്കാരറിഞ്ഞു. പകുതി വീട്ടുകാരും നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ഈ സമയത്ത് നീ ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടിയ ഡാഡയ്ക്ക് എത്ര നാണക്കേടാ. ഗൗതം എനിക്ക് കല്യാണത്തിൻ്റെ അന്ന് വരയ്ക്ക് ടൈം തന്നിട്ടുണ്ട്. അത് ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ഡാഡയ്ക്ക് നാണക്കേട് വരുത്തുന്ന കാര്യമൊന്നും ഞാൻ ചെയ്യില്ല. എനിക്കറിയാം ഒരു പ്ലാൻ ഉണ്ടാക്കണം എന്നുള്ളതിന്. ആ പ്ലാനിനാണോ പഞ്ഞം? പന്നി, നീ ഇപ്പോഴും കിഡ്നാപ്പിംഗ് പ്ലാൻ ചെയ്യണമെങ്കിലേ എന്നെ പ്രതീക്ഷിക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ എണ്ണത്തിന് ചുമന്നിട്ട് എന്റെ നടു ഒടിഞ്ഞില്ലെന്നുള്ളൂ. ഞാൻ വല്ല ചുമട്ട് തൊഴിലായിട്ട് പണിക്ക് പോയിരുന്നെങ്കിൽ 10 പൈസ എനിക്ക് കിട്ടിയേനെ. യൂസ്ലെസ് ആയ 2 എണ്ണത്തിന് ഞാൻ വെറുതെ എടുത്ത് എന്റെ നടു ഒടിച്ചു. പിന്നെ വേറെ വല്ല ആൾക്കാരും നോക്ക് കിഡ്നാപ്പിന് വേണ്ടി. അതൊക്കെ വേറെ ആളെ ഏൽപ്പിക്കാം. നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതിടാ. കൂടെ ഉണ്ടായാലല്ലടി നിനക്ക് കൊലയ്ക്ക് കൊടുക്കാൻ എന്നെ കിട്ടുള്ളൂ. കേനൻ സാറിന് പറഞ്ഞ പോലെയല്ലേ? അങ്ങനെയൊന്നുമില്ല. ലക്ഷ്മിക്ക് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ? കാർത്തിക് അവിടെ ഇരിക്കൂ, വയ്യാത്തതല്ലേ? അത്ര വയ്യായിരിക്കുന്നുണ്ട് ലക്ഷ്മി. എൻ്റെ മോള് നാളെ പോവല്ലേ, അതാ എനിക്ക് തോന്നി. അതുകൊണ്ട് നീ ആയിരിക്കുന്നു. സാരമില്ല, അവളിവിടെ അടുത്തന്നെ ഇല്ലേ? നീതു, കറക്റ്റായിട്ട് നീ അവർക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അവർക്ക് നീ മാറിപ്പോകുന്നില്ലല്ലോ? അവർക്ക് മാറിപ്പോകുന്നില്ല. നീ എനിക്കടുത്ത് പേടിക്കാത്ത ചെറുക്ക, അവരിവിടെ എത്തിക്കോളും. എന്താണ് സിദ്ധു നീനും കൂടി ഇവിടെ പരിപാടി? ഞങ്ങള് വെറുതെ ഇവിടെ നിന്ന് സംസാരിക്കായിരുന്നു. പിന്നെ നവീനും ചന്ദ്രനെയും നോക്കി നിൽക്കാം. അല്ല, കിച്ചുടെ എങ്ങോട്ടാ? അത് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് കുറച്ച് പേര് വരുന്നുണ്ട്. അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാ. ഞാൻ അങ്ങോട്ട് പോട്ടെ. അതെയോ? എന്നാ ഞാൻ വരട്ടെ. എനിക്ക് കിച്ചൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെയ്യാമല്ലോ. അയ്യോ, അത് വേണ്ട. നിങ്ങളുടെ ചന്ദനെയും നവീനെ നോക്കിയിട്ടൊക്കെ ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഹലോ സർ, സാറ് അയച്ചിരുന്ന ഫോട്ടോ ഞങ്ങൾ കണ്ടിരുന്നു. ചെക്ക് അടിപൊളിയാണ് കേട്ടോ. നിങ്ങളുടെ മോളെ കെട്ടിക്കാൻ വേണ്ടി അയച്ചെന്നതല്ല, കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി അയച്ചെന്നതാ. പിന്നെ ഇത് കല്യാണ വീടാ.
കുറേ ആളുകളുണ്ട്. ആള് മാറി തട്ടിക്കൊണ്ട് പോകരുത്. സാർ പേടിക്കില്ല, ഞങ്ങളുടെ പിള്ളേരൊക്കെ നല്ല പ്രൊഫഷണൽ പിള്ളേരാ. അവരൊക്കെ നീറ്റായിട്ട് കാര്യം നടത്തി തരും. സാറിന് ഈ കിഡ്നാപ്പിനെ കുറിച്ചൊന്നും കൂടുതൽ വിവരമില്ലല്ലോ, അതുകൊണ്ടാണ് സാർ ഇങ്ങനെ പറയുന്നത്. അയ്യോ, പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും അറിയണമെന്നില്ല. അറിഞ്ഞിടത്തോളം മതിയായിട്ട് ഞാൻ ഇരിക്കുന്നത്. അതേ, കാര്യം നടന്നു കഴിഞ്ഞ് എന്നെ പിടിക്കാൻ മറക്കരുത്. ഇന്ന് വൈകിട്ടെൻ്റെ കാര്യം നടത്തിക്കോണം. താൻ ചെയ്യില്ലേ? നീനു, നവീനും ചന്ദനയും വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കേട്ടേക്ക്. ഇവിടെ അധികം നേരത്തുനിന്ന് ഡൗട്ട് അടിപ്പിക്കേണ്ട ആർക്കും. ഞാനേ എൻ്റെ ഫോൺ ചാർജ് ചെയ്തിട്ട് വരാം. ചാർജ് ഇല്ല. എന്നാ നമുക്ക് അകത്ത് കാണാം. നീ അങ്ങോട്ട് ചെല്ലേ. ബോസ്, നമ്മൾ അന്വേഷിച്ചു വന്ന ചെക്കൻ വഴിക്ക് ബാക്കി എല്ലാ ഹാൻസം പിള്ളേരും ഉണ്ട് അവിടെ. നിന്നെ നീ പണിക്ക് പറ്റില്ലെന്ന് എനിക്ക് മുന്നേ അറിയടാ. ആ ചെറുക്കനല്ല പോകുന്നത്, നിന്റെ കടയിൽ കുരുവോ? ബോസ്, ദാ പോകുന്നവൻ. എന്നാ നമുക്ക് വാ, പിടിക്കാം. വിളിച്ച് കൂകാതട പമ്മി. എടാ, നിന്റെ വായിൽ എന്താ സ്പീക്കർ വലുതാണോ? ഒന്നും പതിയെ പറയടാ, ഇവിടെ ആൾക്കാരുണ്ട്. അവരെങ്ങാനും കേട്ട നമ്മളെ പഞ്ഞിക്കിടും. കാറ്റ് നോറ്റിരുന്നിട്ട് ഒരു വർക്ക് കിട്ടിയതാ. അതിന്റെ പൈസ കിട്ടണമെങ്കിൽ ആ ചെക്കനെ എടുത്തിട്ട് വേണം. മിണ്ടരുത്. സോറി ബോസ്, ഞാൻ ഇനി മുതൽ കെയർഫുൾ ആയിരുന്നോളാം. കുറച്ച് എക്സൈറ്റ്മെന്റ് കൂടി പോയി. ബോസ്, നല്ല മണം വരുന്നു. ആ, ചിക്കൻ ബിരിയാണി എന്ന് തോന്നുന്നു. നമുക്ക് വലുതും കഴിച്ചിട്ട് ചെറുക്കനെ തട്ടിക്കൊണ്ട് പോയ പോരെ? കൊല്ലിഞ്ഞ നിന്നെയൊക്കെ കൊണ്ട് കിഡ്നാപ്പിന് ഇറങ്ങി എന്നെ വേണം പറയാൻ. വാടാ അവിടുന്ന്. ലക്ഷ്മി കൂടെ പോയില്ലായിരുന്നോ? മോള് ലക്ഷ്മിയുടെ ഒപ്പം അമ്പലത്തിൽ പോണെന്നാണല്ലോ പറഞ്ഞത്. കിച്ചു പോയിട്ടുണ്ടോ? ഇല്ല, കിച്ചു ഇവിടെ ഇല്ലല്ലോ. അവൻ മാല മേടിക്കാൻ പോയിക്കാ. പിന്നെ അങ്ങനെ മഴയുടെ മണ്ഡപത്തിലേക്കാ പോവാന്ന് അവൻ പറഞ്ഞത്. അവൻ പോയിട്ടില്ല. ഈ കുട്ടി ഇപ്പൊ തനിച്ചാണ് അമ്പലത്തിൽ പോയതപ്പോ. ഇത് ചാക്കിച്ചാന്റെ പെങ്ങളാ. എടാ, നമ്മൾ ഇനി ഇവിടെ നിന്നാ അവന്റെ ഡെഡ് ബോഡി ഇവിടുന്ന് കൊണ്ടുപോണ്ടി വരും. മാറിപ്പോയതാടാ. ഇതെവിടെ സ്ഥലം? നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്? സ്ഥലം പറയാൻ പാടില്ല, സീക്രട്ട് ആണ്. പിന്നെ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞതാ. ഞങ്ങൾ ഭീകരന്മാരാ. എന്റെ മുഖത്ത് വല്ലത് ഇരിക്കുന്നുണ്ടോടാ? അങ്ങനെ ചിരിക്കാൻ. നിന്റെ മുഖം അല്ലെങ്കിൽ വൃത്തികേടല്ലേ, പിന്നെ അതിന് പ്രത്യേകിച്ചും ചിരിക്കാനാ. പെങ്ങളെ, ചിരിക്കുന്നതിന്റെ കാരണം ഒന്ന് പറയൂ. നിങ്ങളുടെ കിഡ്നാപ്പ് ശൈലി കണ്ടപ്പോ മനസ്സിലായി ഭീകരന്മാരാണെന്ന്. ബിഗ് നേഴ്സ് ആണല്ലേ? ഞാനും അതെ. ഞാനും ഫസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പൊ പെങ്ങള് നമ്മുടെ ആളാണോ? അല്ല, പെങ്ങളാരെ കിഡ്നാപ്പ് ചെയ്തേ? എന്തിനു വേണ്ടിയാ? എപ്പോഴാ? എങ്ങനെയാ? അതൊരു കഥയാ. വേണമെങ്കിൽ പറഞ്ഞുതരാം. അല്ല, എന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പറഞ്ഞത് ആരാ നിങ്ങൾക്കറിയോ? ആളെ ഞങ്ങൾക്കറിയില്ല. ഫോണിലൂടെ മാത്രം സംസാരിച്ചിട്ടുള്ള ഒരു പെണ്ണാ. എടോ, മര്യാദയ്ക്ക് അഴിച്ചു വിടറോ? നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്? എടോ, ഇന്ന് എനിക്ക് അവിടെ എത്തിരിക്കുന്ന പെണ്ണിന്റെ കല്യാണം നടക്കൂടോ? എന്നെ അഴിച്ചു വിടറോ? അയ്യോ, അഴിച്ചു വിട്. നിന്നെ അയച്ചു വിട്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ ഞങ്ങളുടെ കാശ് കിട്ടുക? നീ സാറിനെ വിളിക്കടാ, മുതലെല്ലാം കൊണ്ടുവന്നിട്ടില്ലെന്ന്. അയ്യോ സാറേ, സത്യമായിട്ട് എന്നെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ 10 പൈസ കിട്ടത്തില്ല. എന്റെ അച്ഛനാണൊരു പിശുക്കനായ ഒരു കേണല, ഒരു പട്ടാളക്കാരൻ. അയ്യോ മോനെ, നാം വിചാരിക്കുന്ന പോലെ അങ്ങനെ വലിയ ക്രിമിനൽസ് ഒന്നുമല്ല. പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാ. പക്ഷെ അതൊരാള് പറഞ്ഞിട്ട് തട്ടിക്കൊണ്ടുവന്നതാ. കാരണം ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ കേട്ടോ. ഇതെന്താ ഇത്ര ബഹുമാനത്തോടെ സംസാരം? എടാ, ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ സാറിയെന്ന് വിളിച്ചത്. അപ്പൊ തിരിച്ചൊന്ന് ബഹുമാനിക്കാന്ന് വിചാരിച്ചു. അല്ല, അവന്മാരും 3 കാണാനില്ലോ. അവര് 3 അവിടെ പോയി. ഏത് കണ്ണുപൊട്ടം തന്നെയത്? ഇത്രയും സുന്ദരിയായ സിസ്റ്ററിനെ വേണ്ടെന്ന് പറഞ്ഞവൻ അവനെങ്ങനെ എന്റെ കൈഞ്ഞു കിട്ടിയ കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും. എടാ, നീ എന്തിനാടാ ഈ കിടന്ന് പോകുന്നത്? അല്ലടാ, നമ്മളൊക്കെ ഒരു പെണ്ണിന്റെ പിന്നാലെ ചെരുപ്പ് തെയ്യുന്നവരെ നടന്നു പോയിട്ട് പോലും ഒരുത്തി പോലും തിരിഞ്ഞു നോക്കാറില്ല. ഇത് അങ്ങോട്ട് പോയി ഫ്ലേർട്ട് ചെയ്ത് ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് ആ പന്നിയുടെ മോന് അത് മനസ്സിലായില്ലെങ്കിൽ സഹിക്കുന്നില്ലടാ, എനിക്ക് സഹിക്കുന്നില്ല. സിസ്റ്റർ, യുവർ സ്റ്റോറി ഈസ് വെരി സാഡ്. എത്ര നേരം അമ്പലത്തിൽ പോയിട്ട് എന്റെ കുട്ടി ഇതുവരെയായിട്ടും വീട്ടിലെത്തിയിട്ടില്ലല്ലോ. അവൾ ഇതെവിടേക്കാ പോയത്? വീട്ടിലുള്ളവരും വന്നവരൊക്കെ ചോദിച്ചു തുടങ്ങി കല്യാണ പെണ്ണ് എവിടെയെന്ന്.
കിച്ചു. നവീനെ, നീ സിദ്ധുവിനെ കണ്ടോ? ഇന്നലൊട്ട് അവനെ കാണുന്നില്ല. തപ്പി നടക്കാൻ ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല. എനിക്കും അറിയില്ല അവൻ എവിടെ പോയിന്ന്. പക്ഷെ അവന്റെ ഫോണിൽ നിന്നൊരു മെസ്സേജ് വന്നിരുന്നു രാവിലെ. ആ കിഴക്കേപ്പാടത്തിന്റെ അവിടെ ഒരു ഗോഡൌണില്ലേ, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. എന്തിനാന്നറിയില്ല. എന്നാ ഞാൻ ഗോഡൌണിൽ പോയിട്ട് നോക്കിയിട്ട് വരാം. എന്തായാലും മേഡത്തിന് അവര് പൊക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാ. അല്ല, നീ ഒറ്റയ്ക്ക് പോയി എങ്ങനെയാ? അതൊന്നും കുഴപ്പമില്ല. നീ ഇവിടുത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേ. ഞാൻ അവിടെ പോയി നോക്കിയിട്ട് വരാം. കിച്ചു അവനെ ശ്രദ്ധിക്കണം. ഡാഡാ, എനിക്കറിയില്ല അവൾ എവിടെ പോയിന്ന്. ഞാൻ അമ്പലത്തേക്ക് അവളുടെ കൂടെ പോയിട്ടില്ല. എനിക്ക് മണ്ഡപത്തിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ മോളിൽ ഇങ്ങോട്ട് പോയി. അവൾ ആരോടൊന്നും പറയാതെ എവിടേക്ക് പോവില്ലല്ലോ. ഇന്ന് കല്യാണം അവൾക്ക് അറിയില്ലേ. സിദ്ധുവിനെയും കാണുന്നില്ല. അവനിതെവിടെ? ഇനിയെങ്ങാനും സിദ്ധു മോളെയും കൊണ്ട്. അതിന് സാധ്യതയില്ല. സിദ്ധു ഞങ്ങളുടെ കസ്റ്റഡിയിലല്ലേ. പിന്നെ എങ്ങനെ അവൻ? അയ്യോ, അതെ. എന്താടാ നീ പറഞ്ഞേ? സിദ്ധു ആരുടെ കസ്റ്റഡിയിലാന്ന്? സത്യം പറയടാ. എന്താടാ, എന്താ ഒളിപ്പിക്കുന്നേ? പറയാൻ. അമ്മ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറഞ്ഞേന്ന് പറയടാ. അത് വേറൊന്നുമല്ല. അവൾക്ക് സിദ്ധുവിനെ മറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ ഞാനും കൂടി വീണ്ടും സിദ്ധുവിനെ കിഡ്നാപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് മറ്റൊരാളെ ഏൽപ്പിച്ച് അവരവനെ കിഡ്നാപ്പ് ചെയ്തോണ്ടേ. ഈ ഫോൺ കിട്ടുന്നില്ലല്ലോ. ആ നവനീതേ, നീ എന്താണ് ഇവിടെ? എടാ, ബോസ് അറിയാതെ ഞങ്ങളൊരു കിഡ്നാപ്പിംഗ് കേസ് ഏറ്റെടുത്തില്ലേ? ആ സിസ്റ്ററേയും കൊണ്ട് വന്നതാടാ. സിസ്റ്ററോ? ആരുടെ സിസ്റ്ററാണ് തട്ടിക്കൊണ്ട് വന്നേ? അങ്ങനെയില്ലടാ, നമ്മുടെ ഇന്ത്യയിൽ ഓൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അങ്ങനെ സിസ്റ്റർ. ഹലോ, ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് എന്താ? മേഡം സുഖമായിരിക്കുന്നല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങൾ അവരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ? അയ്യോ, സുഖമായിട്ടിരിക്കുന്നു. സിസ്റ്റർ അവിടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. സിസ്റ്ററോ? എപ്പം മുതല്? എന്താ പെങ്ങളെ, അതിനുശേഷം പെങ്ങള് ഫ്ലേർട്ട് ചെയ്തിട്ടില്ലേ അല്ലേ? ഷോ, എന്തായാലും അത് നന്നായി. അവൻ അങ്ങനെ തന്നെ വേണം. ആര് പറഞ്ഞു? ഞാൻ ഫ്ലേർട്ട് ചെയ്തിട്ടുണ്ട്. മേഡം, ഈ ഫയലല്ലേ? ദാ ഇത്. ആ, കിട്ടിയ അവസരം മുതലാക്കാലോ. ആ, അത് തരുന്നുണ്ടോ സിദ്ധാർത്ഥ്? സിദ്ധാർത്ഥ് തരാൻ. അങ്ങനെ അവസരങ്ങൾ മുതലാക്കണം. ഒരു ഭാഗ്യവാൻ തന്നെ. പക്ഷെ എന്ത് ചെയ്യാം, അപ്പോട്ടനത് മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ ഓരോരുത്തർ രാറ്റ് നോറ്റ് കൊതിച്ച് കാത്തിരിക്കുന്നു. യോഗമില്ല. മേഡം, യു വിൽ ട്രൈ വിത്ത് മീ. വെറുതെ ഒരാട്ട് ചോദിച്ചു മേടിച്ചു. സിസ്റ്റർ, യു ഓൺലി മൈ സിസ്റ്റർ. പെങ്ങളെ, ഇനി വേണ്ട, ഞാനൊന്നും പറഞ്ഞില്ല. നീനു, നീ എന്താ ഇവിടെ? കിച്ചു, നീ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നത്. സത്യമായിട്ടും സിദ്ധു പറഞ്ഞിട്ടാ മേഡത്തിനെ തട്ടിക്കൊണ്ടുവന്ന്. വാട്ട്? എവിടെ അവരെ? എനിക്ക് അവരെ കാണണം. പണിയെടുത്ത് ജീവിച്ചോളാം. നല്ല തണ്ടും തടിയും ഉണ്ടല്ലോ. ഞങ്ങളുടെ പിള്ളേരെ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നോ? നിന്നൊക്കെ എന്താ ചെയ്യണ്ടേന്നറിയോ? അയ്യോ, എൻ്റെ പൊന്നെ സാറേ, ഒന്ന് ക്ഷമിക്കും സാറേ. ഇനി ആവർത്തിക്കത്തില്ല. വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്തതാ. ഞങ്ങൾ പിള്ളേരെ ഒന്നും ചെയ്തിട്ടില്ല. ചേട്ടാ മക്കളെ, അയ്യോ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് പൈസ ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങൾ ഞങ്ങളുടെ സിസ്റ്ററിന് വേണ്ടി ഭക്ഷണം മേടിച്ചു കൊടുത്ത്. അതെ സർ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. സിസ്റ്റർ ഒന്ന് പറയും. ഡാഡാ, അവര് നല്ലവരാ. ഡാഡാ, അർജുൻ എന്താ ചെയ്യുന്നത്? ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തി ഞാൻ തന്നെ നിന്നെ വഷളാക്കിയത്. ഡാഡയാവുന്നതിനും കൂടുതൽ നിന്റെ കൂട്ടുകാരനായിട്ട് ഞാൻ നിന്നത്. അതിനുള്ള മറുപടിയാണോ നീ എനിക്ക് ഇന്ന് തന്നത്? ഗിരി, കിച്ചുവിനെ വിളി പിടിച്ച് വണ്ടി കയറ്റ്. രണ്ടുപേരും വണ്ടിയിലേക്ക് കയറ്. ഗിരിയേട്ടാ, ഞാൻ എന്റെ വണ്ടിയില്. രണ്ടുപേരും എന്റെ വണ്ടിയിൽ തന്നെ വരുന്നത്. വണ്ടിയിൽ കയറ്. കേറാൻ. കല്യാണ മണ്ഡപത്തിൽ കെട്ട് കഴിയുന്നവരെ നീ അവരെ കൂടെ തന്നെ ഉണ്ടാവണം. സിദ്ധുമോനെ, വണ്ടി കയറ്. കല്യാണം കൂടിയിട്ട് പോവാം. സിദ്ധു, എല്ലാം കയ്യിന്ന് പോയില്ലടാ. എന്തിനാടാ നോക്കി നിൽക്കുന്നേ? വാ, കല്യാണം കൂടാ. ഓരോന്നുണ്ടാക്കി തീർത്തോളും. സിദ്ധു, കറിയാതെടാ. നിനക്ക് വിധിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. മാഡത്തിന്റെ രസ്
അത് ഇനി മാഡം പറയുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ സിദ്ധു? ഇരിക്കും മോളെ. ഇതെങ്ങനെ സിദ്ധു? നിങ്ങളെ ഇനിയും പിടിച്ച് കെട്ടിച്ചില്ലെങ്കിലേ ഇനിയും കിഡ്നാപ്പ് എന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വയസ്സാം കാലത്ത് സെൻട്രൽ ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട കഴിക്കേണ്ട അവസ്ഥയോ? അതുകൊണ്ടാ. നിങ്ങളുടെ സന്തോഷമല്ലേ മക്കളെ ഞങ്ങൾക്ക് ഏറ്റവും വലുത്. മോളെ ക്ഷമിക്കും മോളെ. ഡാഡയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തത്. നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഞാനില്ല ഡാഡ. താങ്ക് യു ഡാഡ. I love you ഡാഡ. I love you too മോളെ. താഴെ ഏർക്കടി എന്നെ. അധികം നേരം വയ്ക്കാതെ ആ കെട്ടങ്ങ് നടത്തുന്നല്ലേ നല്ലത്. ഇപ്പൊ തന്നെ ടൈം ഒരുപാട് അങ്ങ് പോയി. ഡോണ്ട് വരിയാനോ, ഐ എം ഓക്കെ. ഇഷ്ടപ്പെടാത്തവർ തമ്മിൽ വിവാഹം കഴിച്ച് ജീവിതകാലം മുഴുവൻ നരയിക്കുന്നതിന് നല്ലതല്ലേ കല്യാണത്തിന്റെ അന്നായാലും കല്യാണം മുടങ്ങുന്നത്. ആൻഡ് ഐ ആം ഹാപ്പി ഫോർ യു. ഒരാളുണ്ട് ഇവിടെ. ആളുള്ള കാര്യം എനിക്ക് അറിയാലോ സിദ്ധു. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, ഒന്നും പറയാൻ അങ്ങോട്ട് വരുന്നില്ല. ഡാഡ തന്നെ അടിച്ചു കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച എല്ലാം തീർന്നു. എനിക്ക് ഇനി തന്നെ കിട്ടില്ലെന്നാ. എല്ലാം അവസാനിച്ച് നീയുമായിട്ട് ഒരിക്കലും ചേരില്ലെന്നാ ഞാൻ കരുതിയത് സിദ്ധു. ഡാഡയുടെ അടിയും കൂടി ആയപ്പോൾ എല്ലാം കൊണ്ട് തകർന്നു പോയി ഞാൻ. ആദ്യമായിട്ടാ എൻ്റെ ഡാഡിനെ അടിക്കുന്നത്. ഞാൻ പോലും അറിയാതെ എൻ്റെ ഡാഡിയെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചെന്ന് അറിഞ്ഞപ്പോൾ സഹിക്കുന്നില്ല. അനു, ഏയ് ഒന്നുമില്ല, ഞാനില്ലേ കൂടെ. ഡാഡിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടിയില്ല അങ്ങനെയൊക്കെ ചെയ്തത്. സാരമില്ല, പോട്ടെ. സിദ്ധു, ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. വാക്കുകൾ കൊണ്ടും ഒരിക്കലും നിർവചിക്കാനോ പൂർണ്ണമാക്കാനോ കഴിയില്ല നിന്നോടുള്ള എൻ്റെ പ്രണയത്തെ. ഐ റിയലി ലവ് യു. മുമ്പ് ചെയ്തതിനും പറഞ്ഞതിനും എല്ലാത്തിനും ഞാൻ മേഡത്തിനോട് ക്ഷമ ചോദിക്കാം. എൻ്റെ മനസ്സിലുള്ള പ്രണയം കണ്ടില്ലെന്നടിച്ച് മേഡത്തിനെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മേഡത്തിനെ വേദനിപ്പിക്കില്ല. മാഡം, നോ മൈ ലവ് അനു. എന്നാ എല്ലാം പറഞ്ഞു തീർന്നെങ്കിൽ നമുക്കങ്ങ് തുടങ്ങിയാലോ? എന്ത്? അതോ